നമസ്കാരം. നമ്മുടെ കണ്ണുകൾ ഇടയ്ക്കിടെ തുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കണ്ണുകൾ തുടിക്കുന്നത് പലതിൻ്റെയും ലക്ഷണങ്ങളാണ്. നിമിത്തശാസ്ത്രമനുസരിച്ച് കണ്ണുകൾ തുടിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന പല സംഭവങ്ങളുടെയും സൂചനകൾ നമുക്ക് തരുന്നു. അതുകൊണ്ട് ഈ സൂചനകൾ പരിഗണിക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രത്തിലെ പ്രമുഖമായ ഉപശാഖയാണ് നിമിത്തശാസ്ത്രം. നിമിത്തശാസ്ത്രപ്രകാരം പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപ് മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങളും സൂചനകൾ നൽകുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ചുറ്റിനും അല്ലെങ്കിൽ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ച് തൊട്ടടുത്തു തന്നെ നടന്നേക്കാവുന്ന ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് നിമിത്തം നോക്കി, ലക്ഷണം നോക്കി പ്രവചിക്കുകയാണ് ഈ നിമിത്തശാസ്ത്രത്തിൽ ചെയ്യുന്നത്. നിമിത്തശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. വലത്തായാലും ഇടത്തായാലും ഓരോ അവയവത്തിനും പ്രത്യേകം ഫലങ്ങളുണ്ട്. പുരുഷന്മാർക്ക് പൊതുവെ വലതുവശവും സ്ത്രീകൾക്ക് ഇടതുവശവും സംഭവിക്കുന്ന കാര്യങ്ങൾ പൊതുവെ നല്ലതാണ്. അതേസമയം പുരുഷന്മാർക്ക് ഇടതുവശവും സ്ത്രീകൾക്ക് വലതുവശവും സംഭവിക്കുന്ന മാറ്റങ്ങൾ, ചില കാര്യങ്ങൾ, ദോഷങ്ങൾ സംഭവിക്കുമെന്നാണ്. കണ്ണുകൾ തുടിക്കുന്നതും ഇമ വെട്ടുന്നതും എല്ലാം തന്നെ ഓരോ സൂചനകളാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ണിൻ്റെ ലക്ഷണങ്ങളുടെ ഭാവി സൂചനകൾ വളരെ വ്യത്യാസമുള്ളതാണ്. നിമിത്തശാസ്ത്രപ്രകാരം സ്ത്രീകൾക്ക് ഇടതുവശത്തെ കണ്ണ് തുടിച്ചാൽ തൻ്റെ പ്രിയതമൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാവി പങ്കാളിയുടെ സമാഗമം വളരെ അടുത്തുണ്ടെന്നാണ് ഫലം. ഇതോടൊപ്പം ഇടത്തെ കവിൾ കൂടി തുടിക്കുകയാണെങ്കിൽ പുരുഷബന്ധം സാധ്യമാണെന്നാണ്. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ പ്രിയതമയെ, ജീവിത പങ്കാളി അല്ലെങ്കിൽ ഭാവി പങ്കാളിയുടെ സമാഗമം ആണ് പ്രവചിക്കുന്നത്. ഇതോടൊപ്പം വലതു കവിൾ കൂടി തുടിക്കുകയാണെങ്കിൽ സ്ത്രീബന്ധം സാധ്യമാണെന്ന് പറയുന്നു. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് ഗുണഫലങ്ങളാണ് ഭാവിയിൽ നൽകുന്നത്. സ്ത്രീകൾക്ക് വലതു കണ്ണ് തുടിക്കുന്നത് അശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നാണ് സൂചന. ഇനി പുരുഷന്മാർക്ക് വലതു കണ്ണ് തുടിക്കുന്നത് ഗുണകരമായ കാര്യങ്ങൾ ഉടൻ സംഭവിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. ഇടത് കണ്ണ് തുടിക്കുന്നത് അശുഭകാര്യങ്ങൾ സംഭവിക്കുമെന്നതും. സ്ത്രീകൾക്ക് ഇടം കണ്ണ് തുടിച്ചാൽ ഭാവി ജീവിതം സന്തോഷവും ഐശ്വര്യവും ശാന്തിയും നൽകുന്നുവെന്നാണ് പറയുന്നത്. കൂടാതെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വരുന്നു എന്നും അർത്ഥമുണ്ട്. പുരുഷന്മാരുടെ വലം കണ്ണ് തുടിച്ചാൽ ദീർഘനാളായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടൻ സംഭവിക്കുന്നു എന്നതിൻ്റെ ശുഭസൂചനയാണ്. ഭാവിയിൽ നല്ല കാലം വരാൻ പോകുന്നു എന്നും സൂചനയുണ്ട്. ഇനി സ്ത്രീകൾക്ക് വലതുവശത്തെ കണ്ണ് തുടിക്കുന്നത് ഭാവിയിലെ ശാരീരിക അസ്വാസ്ഥ്യത്തെയും വരാൻ പോകുന്ന രോഗങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. പുരുഷന്മാർക്ക് ഇടം കണ്ണ് തുടിക്കുകയാണെങ്കിൽ വളരെ ദോഷകരമാണ്. ഭാവിയിൽ ആപത്തുകൾ, പ്രശ്നങ്ങൾ എന്നിവ സംഭവിക്കാനിടയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി പല സ്ത്രീകളും തന്നെ മൂക്കുത്തി ധരിക്കുന്നത് കാണാം. മൂക്കുത്തി ധരിക്കുന്നത് എങ്ങനെയാണ്, ഏതു വശത്താണ് ധരിക്കേണ്ടത്, എന്തിനാണ് മൂക്കുത്തി ധരിക്കുന്നത്, ഇതൊക്കെ വിശദമായി ഒന്ന് നോക്കാം. ഏറ്റവും ഉത്തമം സ്വർണത്തിൽ തീർത്ത മൂക്കുത്തി ഉപയോഗിക്കുന്നതാണ്. സമ്പൽ സമൃദ്ധിക്കായി വ്യാഴത്തെ ശക്തിപ്പെടുത്തുവാൻ സ്വർണത്തിന് സാധിക്കുന്നു. കൂടാതെ വെള്ളിയിലും മറ്റു ലോഹങ്ങളിലുമെല്ലാം തീർത്ത മൂക്കുത്തികൾ ധരിക്കാവുന്നത് തന്നെയാണ്. ഭാരതീയ ദേവീരൂപങ്ങളുടെ ശില്പങ്ങളിലോ ചിത്രങ്ങളിലോ അവരെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളിലോ ഒക്കെ അവരുടെ ദിവ്യപ്രഭാവം വർദ്ധിപ്പിക്കുന്ന തിളങ്ങുന്ന മൂക്കുത്തികൾ ധരിച്ചിരിക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ തിളങ്ങുന്ന മൂക്കുത്തി ധരിച്ച സുന്ദരിയായ സ്ത്രീ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കന്യാകുമാരി ദേവിയുമായി ഒരു ഐതിഹ്യമുണ്ട് മൂക്കുത്തിക്ക്. കന്യാകുമാരി ദേവിയുടെ വിഗ്രഹത്തിലെ വജ്രമുക്കുത്തിയും മാണിക്യമുക്കുത്തിയും അവിശ്വസനീയമായ തേജസ് പുറപ്പെടുവിക്കുന്നതാണ്. പഴയകാലത്ത് ദൂരെയുള്ള കപ്പലുകൾ
ഈ മൂക്കുത്തിയിൽ നിന്നുള്ള തിളക്കം കാണുകയും തുറമുഖത്തിലെ വിളക്കുമാടമാണെന്ന് കരുതി കന്യാകുമാരിയിൽ നങ്കൂരമിടാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ തീരത്തിനടുത്തുള്ള പാറകളിൽ തട്ടി മിക്ക കപ്പലുകളും തകർന്നു എന്നാണ് പറയുന്നത്. ഇതേ തുടർന്ന് അക്കാലത്ത് സമുദ്രത്തിലേക്ക് ദർശനം നൽകിയിരുന്ന ശ്രീകോവിലിൻ്റെ കിഴക്കേ വാതിൽ ആചാരപരമായി അടച്ചുവത്രേ. ഇപ്പോൾ ആചാരപരമായ അഭിഷേകത്തിനു മാത്രമാണ് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഈ നട തുറക്കുന്നത്. ഇത്തരം ഐതിഹ്യങ്ങളും കഥകളുമൊക്കെ പരമ്പരാഗത ഭാരതീയ ആഭരണങ്ങൾ എന്ന നിലയിൽ മൂക്കുത്തിയുടെ പ്രാധാന്യമാണ് കാണിച്ചു തരുന്നത്. ഇന്ന് പല സ്ത്രീകളും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായോ അലങ്കാര ആഭരണമായോ ഒക്കെ മൂക്കുത്തി ധരിക്കുന്നുണ്ട്. മൂക്കുത്തി ധരിക്കുന്നത് കൊണ്ട് വാസ്തവത്തിൽ ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുമെന്നാണ്. വിശ്വാസപരമായും മൂക്കുത്തി ധരിക്കുന്നത് ശുഭകാര്യമാണ്. സ്വർണം, വെള്ളി, മറ്റു ലോഹങ്ങൾ എന്നിവയിൽ തീർത്ത മൂക്കുത്തികൾ ധരിക്കാമെങ്കിലും സ്വർണമാണ് ഉത്തമം. കാരണം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും പ്രദാനം ചെയ്യുന്ന വ്യാഴത്തെ ശക്തിപ്പെടുത്തുവാൻ സ്വർണധാരണത്തിലൂടെ സാധിക്കുന്നതാണ്. അതുപോലെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി അനുഗ്രഹമുള്ള ലോഹമാണ് സ്വർണം. ഇപ്പോൾ വജ്രമുക്കൂത്തികൾക്ക് ഒരുപാട് പ്രചാരമുണ്ട്. അത് ലളിതവും ആകർഷകവുമാണ്. എങ്കിലും എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രത്നമല്ല വജ്രം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരാളുടെ ഗ്രഹനിലയിൽ ശുക്രൻ അഭിലഷണീയമായ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ വജ്രം ധരിക്കാവൂ. അല്ലാത്ത പക്ഷം വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതേസമയം ശുക്രൻ അനുകൂല സ്ഥാനത്ത് ഉള്ളവർക്കും ശുക്രൻ്റെ രാശിയിൽ ജനിച്ചവർക്കും വജ്രത്തിൽ തീർത്ത മൂക്കുത്തി ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. മൂക്കുത്തി ഏത് വശത്താണ് ധരിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും. മൂക്കിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ മൂക്കുത്തി ധരിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേക ക്രമമൊന്നുമില്ല. എന്നിരുന്നാലും ശാസ്ത്രീയമായി ആയുർവേദം അധിഷ്ഠിതമായി പറയുകയാണെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സ്ത്രീകൾ ഇടതുവശത്ത് മൂക്കുത്തി ധരിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾ മൂക്കിൻ്റെ ഇടതുവശത്ത് മൂക്കുത്തി ധരിക്കുന്നത് ഉത്തമമെന്നാണ് വേദങ്ങളും പറയുന്നത്. നാസദ്വാരങ്ങളോട് ചേർന്ന് ധാരാളം ഞരമ്പുകളുണ്ട്. മൂക്കിൻ്റെ ഇടതുവശം തുളച്ച് മൂക്കുത്തി ധരിക്കുമ്പോൾ ഈ നാഡികളെല്ലാം തന്നെ ഉത്തേജിപ്പിക്കപ്പെടുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്. ഇത് ഗർഭാശയത്തെ ആരോഗ്യകരമാക്കുകയും ആർത്തവവേദനയും പ്രസവവേദനയും ലഘൂകരിക്കുകയും ചെയ്യുമെന്നാണ്. അതിനാൽ സ്ത്രീകൾ ഇടതുവശത്ത് മൂക്കുത്തി ധരിക്കുന്നതാണ് നല്ലതെന്നാണ് കരുതുന്നത്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ശാസ്ത്രീയതയോ ആധികാരികതയോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഉത്തമം തന്നെയാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID
myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.